ഹലോ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ഉണ്ട്. ഇതെങ്ങനെ തുടങ്ങേണ്ടത്, എങ്ങനെ അവസാനിപ്പിക്കേണ്ടത്, എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടത് ഒന്നും ഒരു തേങ്ങ അറിയാതെ, ഒരു മാങ്ങ അറിയാതെ, തേങ്ങയും മാങ്ങയൊന്നും അറിയാതെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സംഭവം വീഡിയോ ഓണാക്കിയിട്ടുണ്ട് എനിക്ക് എല്ലാതുകൊണ്ട് വരുന്നു വിചാരിച്ചു, പക്ഷേ ഇതൊന്നും വരുന്നില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ കോപ്രായം കാട്ടിക്കൂട്ടുകയാണ്. ഇതിൻ്റെ വ്ളോഗ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് എന്ത് വ്ളോഗാവുന്നൊന്നും എനിക്കറിയില്ല. രാവിലെ തന്നെ അമ്മ എണീറ്റിട്ട് ഉമ്മയുടെ കലാപരിപാടികളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ തിന്നിട്ടും കഴിട്ടും വന്നിട്ട് എൻ്റെ കലാപരിപാടി വേറെ നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ മുറ്റടിക്കൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഇതാവുമ്പോൾ എനിക്കൊരു പരിഗണന ഇല്ല. നോമ്പാകുമ്പോൾ എനിക്ക് പരിഗണന ഉണ്ടാകും. നോമ്പെടുത്തിട്ട് കുട്ടി അടിച്ച് വരണ്ടേ എന്നുള്ള ഉമ്മയുടെ ഒരു പരിഗണന ഉണ്ടായിരുന്നു. അതില്ല, ഇതായി അത് ഉണ്ടാവില്ല. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഉമ്മാനെ നല്ല സഹായിക്കുന്നു കേട്ടോ. നിങ്ങൾ സഹായിക്കണില്ല എന്ന് വിചാരിക്കണ്ട. അങ്ങനെ എൻ്റെ അനിയത്തിയാണ് ഞാൻ വിട്ടിട്ട് വാഴത്തണ്ട് പോലെ കിടക്കുന്നത്. അതിന് ഇതായാലും ഭൂമി കുലുക്കം വന്നാലും അതിനൊരു കുലുക്കം ഇല്ലാത്തൊരു സാധനമാണ് അത്. അതിന് ഞാൻ മെയിലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് കൊളാക്കിയാനിട്ടാണ് രാവിലെ ഉള്ള പരാതി. പിന്നെ രാവിലെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഇതിന് നമ്മൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ ഹെവി ആയിട്ട് രാവിലെ കഴിക്കില്ല. കാരണം നമുക്ക് നോമ്പ് എടുത്തിട്ട് അങ്ങനെ ശീലമായതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊന്നും അങ്ങനെ ഇപ്പോൾ ഹെവി ആയിട്ട് ഇങ്ങനെ രാവിലെ കഴിക്കണം എന്നുള്ള ഒരു മെയിൻ്റൊന്നും ഉണ്ടാവില്ല. നോമ്പ് എടുത്തുകൊണ്ട് നമുക്ക് നോമ്പില്ല എന്നുള്ളതിന് നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പിന്നെയാണ് തട്ടിമുട്ടിയിട്ട് അങ്ങനെ കഴിച്ച് പോക്കാണ്. പിന്നെ എൻ്റെ അനിയത്തി അവൾക്ക് മെഹന്തി ഇട്ട് കൊടുക്കണ്ട പറയുക, കാരണം ഞാൻ കൊളാക്കും പറഞ്ഞിട്ട് ഞാൻ അതും ഇതും പറഞ്ഞിട്ട് വിളിച്ചെടുത്തിട്ട് കൊളാക്കി ലാസ്റ്റ് ഞാൻ അറിയാത്തവരെ പോലെ പോക്കാണ് പതിവ്. പിന്നെ നിസ്കാരം കഴിഞ്ഞു എൻ്റെ അനിയത്തികളാവുകൊണ്ട് പറഞ്ഞു എൻ്റെ കൈ വലിയ പോത്തുകളാണ്. ക്യാമറ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ കാട്ടിക്കൂട്ടുണ്ടെന്ന് ഓൾക്ക് യാതൊരു നിശ്ചയമില്ല. എൻ്റെ കൈ വലിയ പരമാണ്, പിന്നെ എൻ്റെ ബാക്കിയാണല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഇതായിട്ടുണ്ടെങ്കിൽ ഒരു തല്ല് നിർബന്ധമാണ്. അത് ഇപ്രാവശ്യം മുടങ്ങാതെ നടന്നിട്ടുണ്ട്. ഇപ്രാവശ്യം മെഹന്തി ഇട്ടെടുത്തതിൻ്റെ പേരിലാണ് ഭയങ്കര തല്ലുണ്ടായിട്ടുള്ളത്. അങ്ങനെ അവൾക്ക് ഞാൻ കൊളാക്കി കൊടുത്തു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഉമ്മയുടെ കലാപരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് എൻ്റെ താത്തായുടെ കുട്ടി വന്നിട്ട് ഒരു ഉള്ളി എടുത്തിട്ട് പോകണത്. ഇവൾക്ക് ഇട്ട് കൊടുത്ത് ഞാൻ ഷൂലാണ് എന്ന് പറഞ്ഞിട്ട് ഇവളിനെ കളിയാക്കുന്നുണ്ട്. ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ അമ്മാനെ ഒന്ന് പുകഴ്ത്തുകയല്ല, അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. ഇതിപ്പോൾ ഉമ്മാനെ പുകഴ്ത്തിയിട്ടില്ല പറയും. ഞങ്ങൾ റെഡിയായി. അങ്ങനെ ഇതിന് എന്തായാലും പുറത്ത് പോകും. ഇവിടേക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ, അല്ലാതെ വേറെ വീട്ടിലേക്കും പോവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്നല്ലാതെ വേറെ ഇതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മാറ്റി ഒരുങ്ങി കെട്ടിയിട്ട് ഉമ്മയുടെ വീട്ടിൽ പോകുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ വീട്ടിൽ കയറുക, അത്രയേ ഉള്ളൂ പരിപാടി. പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ല ഇതായതുകൊണ്ട് തന്നെ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരുത്തി ഒന്നും കഴിഞ്ഞിട്ടില്ല, സ്ട്രൈറ്റൺ ചെയ്യണം. മുടിയിൽ നിറച്ച് എണ്ണയും തേച്ചിട്ട് അവൾക്ക് സ്ട്രൈറ്റൺ ചെയ്യാൻ അവളിങ്ങനെ പറയുന്നത്. എങ്ങനെ ചെയ്തു കൊടുക്കുക? അവൾ ഞങ്ങളെ കാലത്ത് നിന്നിട്ട് അവളാകെ പരിഭ്രാന്തി ഇതായിട്ടുണ്ട്. അങ്ങനെ മേമാടെ വീട്ടിൽ പോയി. പിന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇതായിട്ടുണ്ട്. ആകെ കാണുന്ന ഒരു പാലുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും പിന്നെ ആ പാലത്തുമ്മക്ക് പോകും. പാലാണ് ഞങ്ങളുടെ ഏക ഒരു ആശ്വാസം. ഇതായിട്ടുണ്ടെങ്കിൽ അതുമ്മ കൂടെ ഇങ്ങനെ വായ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുക. പിന്നെ സൺസെറ്റ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള കാണിച്ചു തരുന്നുണ്ട്. സൺസെറ്റ് പോയിട്ട് എന്ത് ആ സൺസെറ്റ് തന്നെ ഉള്ളൂ അവിടെ ആ പാലത്തുമ്മ കൂടെ നടക്കുമ്പോഴുള്ള ഒരു ഏക ഒരു ആശ്വാസം, വേറെ ഒന്നുമല്ല. അങ്ങനെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയേണ്ടത് ഏതാ പറയേണ്ടത് ഒന്നും അറിയില്ല. അതുകൊണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇങ്ങനെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളെൻ്റെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് എവിടേക്ക് വെച്ചാൽ പോയിക്കോളൂ. കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ ഒരു വ്ളോഗ് കഴിഞ്ഞു. ഞങ്ങളെ വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.